ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നല്ല നാടൻ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്. നമുക്കിതെല്ലാം നല്ലപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതായി ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കിയ ശേഷം മാഗ്നേറ്റ് ചെയ്യാൻ ആവശ്യത്തിനുള്ള 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മസാല, ഇത്രയും ചേർത്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. ആദ്യം തന്നെ നിങ്ങൾ വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ ചിക്കനിൽ മസാല കാണാം. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നും കൂടെ മസാല ഇട്ടതാണ്. അപ്പോൾ ആവശ്യാനുസരണത്തിന് നിങ്ങൾക്ക് മസാലകൾ ചേർക്കാം. ചേർത്ത ശേഷം 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തു. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് സവാള നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചത് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ശേഷം നല്ല വൃത്തിക്ക് ഇളക്കി കൊടുക്കുക. സവാളയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് തന്നെ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടി ആഡ് ചെയ്യുക. ചേർത്ത ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളിത് വാട്ടിയെടുക്കണം. പരുവാകുമ്പോഴേക്കും നമുക്ക് പൊടികൾ ഇട്ട് തുടങ്ങാം. അതിനായി ഉള്ളി ഒന്ന് മാറ്റിയ ശേഷം നടുക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സാധാ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. 1.5 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. പൊടികളെല്ലാം ആഡ് ചെയ്ത ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഒന്ന് വെന്ത് പാകമാകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അടുത്തതായി ഒരു പാത്രത്തിൽ നമുക്ക് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. ഞാനിവിടെ 2.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം നല്ലതുപോലെ തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. ചൂടാക്കിയ വെള്ളം നമുക്കിനി കുറച്ചായി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ലതുപോലെ ഇളക്കിയും കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക. അതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ സമയം കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവസാനമായിട്ട് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ നല്ല വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.